പാലക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ദിവ്യാംഗരായ കുട്ടികൾക്ക് വേണ്ടി ആരംഭിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രം ഹെഡ്ഗേവാർ മെമ്മോറിയൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ അക്രമം. ഹെഡ്ഗേവാറിന്റെ പേര് നൽകാൻ അനുവദിക്കില്ല എന്ന പേരിലായിരുന്നു ഈ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും എത്തിയത്. വേദിയിൽ അതിക്രമിച്ചു കയറി അക്രമവും നടത്തി. ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മൈക്കും ശിലാഫലകവും വരെ തകർക്കുന്നൊരു സാഹചര്യമുണ്ടായി. പ്രതിഷേധക്കാരെ പോലീസ് ഒടുവിൽ ബലം പ്രയോഗിച്ച് നീക്കുകയായിരുന്നു. തുടക്കത്തിൽ നിഷ്ക്രിയരായി നിന്ന പോലീസ് നൈപുണ്യ വികസന കേന്ദ്രം, ദിവ്യാംഗരായ കുട്ടികൾക്കുള്ള നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങാണ് ഇന്ന് പാലക്കാട് നഗരസഭ നടത്താനിരുന്നത്. അവിടെ വന്ന തറക്കല്ലിടൽ ചടങ്ങ് അലങ്കോലപ്പെടുത്താനുള്ള ഒരു ആസൂത്രിത നീക്കമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ വിധത്തിലാണ് ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തുന്നു, അതിന് തൊട്ടു പിന്നാലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെത്തുന്നു. ഇവർ അവിടെ വന്ന ചടങ്ങ് പൂർണ്ണമായും അലങ്കോലപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. ശിലാഫലകം നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടക്കത്തിൽ ഇത് കൈകെട്ടി നോക്കി നിൽക്കുകയായിരുന്നു പോലീസ് എന്ന ആക്ഷേപം പോലും അവിടെ ശക്തമായി ഉയരുന്നുണ്ട്. ഒടുവിൽ ആ സ്ഥലത്ത് സംഘർഷ സാഹചര്യം ഉടലെടുക്കുകയും അതിന് പിന്നാലെയാണ് പോലീസ് എന്തെങ്കിലും ഇതിൽ ചെയ്യാൻ തയ്യാറായതും. അരുൺ ആലത്തൂർ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ? അനു, ഇപ്പോൾ ഈ പ്രതിഷേധക്കാരെയൊക്കെ മാറ്റിയിട്ടുണ്ട്. തീർത്തും പ്രതിഷേധിക്കാൻ, പ്രത്യേകിച്ച് അവിടെ ഒരു ഗുണ്ടായുസം നടത്താൻ, അതിക്രമം അഴിച്ചുവിടാൻ വേണ്ട ഒത്താശ ചെയ്യുകയായിരുന്നു പോലീസിന്റെ ഭാഗത്ത് ആദ്യം മുതൽക്ക് തന്നെ ഉണ്ടായത് എന്നുള്ളതാണ്. രാവിലെ ഒരു 9:45 ഈ തറക്കല്ലിടൽ ചടങ്ങ് ആരംഭിച്ചത്. ആ സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അവിടേക്ക് ഇരച്ച് എത്തുകയും ആ തറക്കല്ലിടുന്ന ആ കുഴിയിലേക്ക് ഇറങ്ങി ചെന്ന് നിന്നുകൊണ്ട് അതിനെ തടസ്സപ്പെടുത്തുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ചെയ്തത്. ആ സമയത്ത് ആ പ്രതിഷേധത്തേക്ക് വകവെക്കാതെ കൃത്യമായിട്ട് തന്നെ BJP ഭരിക്കുന്ന നഗരസഭ ആ തറക്കല്ലിടൽ പൂർത്തിയാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ആ തറക്കല്ലിടൽ പൂർത്തിയാക്കിയതിന് പിന്നാലെ അടുത്ത പ്രതിഷേധവുമായി അവിടേക്ക് എത്തിയത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ്. ഡിവൈഎഫ്ഐ പ്രതിഷേധം എന്നതിലുപരി ഒരു അക്രമം അഴിച്ചുവിടുന്ന തരത്തിലായിരുന്നു ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവിടേക്ക് ഇരച്ച് എത്തിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഈ ശിലാഫലകവും അതുപോലെ തന്നെ സ്റ്റേജും ഒക്കെ തകർക്കുകയും മൈക്കിനെ വലിച്ചു പൊട്ടിക്കുകയും സ്പീക്കറിനെ തള്ളിയിടുകയും ഒക്കെ ആയിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചെയ്തത് എന്നതാണ്. അത്തരത്തിലുള്ള പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ അതിക്രമം എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെയുള്ള അതിക്രമം ഡിവൈഎഫ്ഐ ഗുണ്ടകൾ അഴിച്ചുവിട്ടപ്പോൾ അതിനൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു പോലീസ് ആ സമയം ചെയ്തത്. പോലീസ് അവരെ പിടിച്ചു മാറ്റുന്നതിനോ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നതിനോ മറ്റോ ഒന്നും തന്നെ തയ്യാറായില്ല എന്നുള്ളതാണ് ആ സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് ഏറെ നേരം ആ പരിപാടിയെ അലങ്കോലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഡിവൈഎഫ്ഐക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിന് പിന്നാലെ വീണ്ടും കോൺഗ്രസുകാർ അവിടേക്ക് എത്തുകയും ഡിവൈഎഫ്ഐ ചെയ്തതുപോലെ തന്നെ സ്റ്റേജിലേക്ക് വലിച്ചു കയറി അവിടെ ആ പരിപാടിയെ അലങ്കോലപ്പെടുത്തുകയും ഒക്കെ ആയിരുന്നു ചെയ്തത്. പക്ഷേ നഗരസഭ ചെയർമാനും നഗരസഭ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഉൾപ്പെടെയുള്ള ആളുകൾ യാതൊരു കാരണവശാലും തങ്ങൾ ഈ പദ്ധതിയിൽ നിന്നും പുറകോട്ട് പോവില്ല എന്നുള്ള നിലപാടിൽ ഉറച്ച് നിൽക്കുകയായിരുന്നു. അവർ അതുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. എത്രയൊക്കെ പ്രതിഷേധം ഉണ്ടായാലും ആരൊക്കെ എന്തൊക്കെ ചെയ്താലും തങ്ങൾ അതുമായി മുന്നോട്ട് പോകും എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അവർ ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ്. ഏതായാലും വലിയ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഈ ഭിന്നശേഷിക്കാരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി, ആ പദ്ധതിക്ക് ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നു എന്ന കാരണം കൊണ്ട് അതിനെ അലങ്കോലപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു, ബോധപൂർവമുള്ള ശ്രമമായിരുന്നു കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെയും. ആസൂത്രിത ശ്രമം കൂടിയാണോ അരുൺ? അങ്ങനെ സംശയിക്കേണ്ടതുണ്ടോ? കാരണം ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വരുന്നു, പിന്നീട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വരുന്നു. ഇത് മനഃപൂർവ്വം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഒരുമിച്ച് ഉണ്ടായി എന്ന് സംശയിക്കേണ്ടിയുണ്ടോ? അനു, തീർച്ചയായും ബോധപൂർവമുള്ള ഒരു അതിക്രമം എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ്. കാരണം ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേര് നൽകാൻ കഴിയില്ല. കാരണം ഡോക്ടർ ഹെഡ്ഗേവാർ ജനപ്രതിനിധി അല്ല എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്ന കാര്യം. പക്ഷേ നമുക്കറിയാം, സ്വാഭാവികമായിട്ട് രാജ്യത്തെ ഒരുപാട് പദ്ധതികളിലും മറ്റുമൊക്കെ ജനപ്രതിനിധികളല്ലാത്ത ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള ആളുകളൊന്നും ജനപ്രതിനിധികളായിരുന്നില്ല. പക്ഷെ നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും മറ്റുമൊക്കെ പേരുകൾ കൃത്യമായിട്ട് തന്നെ ഓരോ പദ്ധതികൾക്ക് നൽകാറുണ്ട് എന്നുള്ളതാണ് രാജ്യത്തെ ചരിത്രം. അങ്ങനെ ഇരിക്കെ അത് എന്തുകൊണ്ട് ഒരു ജനപ്രതിനിധിയുടെ പേരെ നൽകാവൂ എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ഒരു ചോദ്യം.